ഓഹോ, ഇനി ഞാനായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓഹോ, താങ്കൾക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഹണി, നീ എന്തായി ചെയ്തത്? ഞാൻ ഇവിടെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയാണ് മാഡം. എന്നെ കണ്ടിട്ട് നിനക്ക് ചെടിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ദേഹത്ത് എന്തിനാ വെള്ളം ഒഴിച്ചത്? ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലേ മാഡം. ഇപ്പൊ കള്ളവും പറഞ്ഞു തുടങ്ങിയല്ലേ? അതെ ഖന്ന സാറേ, വിദേശത്തുള്ള ഒരു ഫ്രണ്ട് ഇന്നലെ എന്നെ വിളിച്ചല്ലോ. താങ്കൾ സോപ്പില്ലാതെ തന്നെ കുളിച്ചല്ലോ. അടികൈ സാറിന് ചിരി വരുന്നുണ്ടല്ലേ? നാണമില്ലേ ഇങ്ങനെ നിന്ന് ചിരിക്കാൻ? സാരെന്തിനാ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത്? വെരി ബാഡ് മാഡം, അത് വെള്ളമല്ലേ? പക്ഷെ വെള്ളം ഒഴിച്ചിട്ട് സോറി പറയുന്നതിന് പകരം ഇദ്ദേഹം ചിരിക്കുവാണല്ലോ. അതിനിങ്ങനെ ചൂടാവുന്ന എന്തിനാ? ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ദാ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, എന്നെ കളിയാക്കാനും തുടങ്ങി. സത്യത്തിൽ എനിക്കാ തെറ്റുപറ്റിയത്. നല്ല അയൽവാസി എന്ന് പറഞ്ഞ് തലയിലേറ്റിക്കൊണ്ടാ നടന്നത്. എന്ത് തലയിലേറ്റിക്കൊണ്ടോ? ആഹാ, താങ്കളുടെ കവിതകൾ നല്ലതല്ലെങ്കിലും പ്രശംസിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അഹങ്കാരം ഇച്ചിരി കൂടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുണ്ടാക്കിയ ഹൽവയും നന്നായിരുന്നു എന്ന് പ്രശംസിച്ചല്ലോ. കള്ളമായിരുന്നു. എന്നോട് കള്ളം പറഞ്ഞല്ലേ? താങ്കൾക്കറിയോ, താങ്കൾ ചൊല്ലുന്ന കവിതകൾക്കൊന്നും പരസ്പര ബന്ധമില്ല. ഇത് കേട്ട് എന്റെ തലയിൽ നിന്ന് പുകയാണ് വരുന്നത്. ഹൽവയാണെന്ന് പറഞ്ഞ് സാലഡാണ് കഴിക്കാൻ തന്നത്. അത് അലുവയല്ല, സലാഡ് ആയിരുന്നു. താങ്കൾക്ക് ഒന്നും അറിയില്ല. ഇങ്ങനെയുണ്ടോ വിവരദോഷികൾ? അതെ അതെ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. എന്റെ കന്നാ സാറേ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഇന്നലെ കണ്ട സിനിമയാണ് ബാറ്റ്മാൻ. നിങ്ങളുടെ മാഡത്തിനോട് പറ മര്യാദയ്ക്ക് സംസാരിക്കാൻ. ഇനി സംസാരിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഇനി മേലാൽ താങ്കൾ എന്നോട് സംസാരിക്കാൻ വരണ്ട. എന്നാ ആയിക്കോട്ടെ, എനിക്കുണ്ട് ആവശ്യത്തിന് വാശി. ഒരു കാര്യമില്ലാതെയാണല്ലോ ഇവർ ഉടക്കി പിരിഞ്ഞു പോയത്. സംശയമുണ്ടോ? വരൂ, നമുക്ക് രണ്ടുപേരും പറഞ്ഞു മനസ്സിലാക്കാം. മാഡം, മാഡം, കുട്ടികളെ, നിങ്ങൾ പ്രശ്നം ഒത്തു തീർപ്പാക്കാൻ വന്നതാണോ? അതെ മാഡം. ഞാൻ പറഞ്ഞത് കൂടിപ്പോയിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ മാഡം. നമ്മൾ അയൽവാസികളാണ്, അതുകൊണ്ട് ഒരിക്കലും തല്ലി പിടിക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വന്നത് ഞാൻ ഖന്ന സാറിനോട് സോറി പറയണം എന്നല്ല. ഇല്ല, മനസ്സിലാക്കില്ല, സോറിയും പറയില്ല. തെറ്റ് ചെയ്തത് ഖന്ന സാറാണ്, അതുകൊണ്ട് സോറി പറയേണ്ടതും ഖന്ന സാർ തന്നെയാണ്. കൂട്ടുകാരെ, കാര്യങ്ങൾ കൈവിട്ടു പോയെന്നാ തോന്നുന്നേ. ഖന്ന സാറും മാഡവും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. അവര് പിണങ്ങിയിരിക്കരുത്. നിങ്ങൾക്ക് അതേന്ന് പറയാനല്ലാതെ വേറെ ഒന്നും അറിയില്ലേ? ഒരു മിനിറ്റ്, കാട്കർ മേഡവും ഖന്നാസാറും തമ്മിലല്ലേ തല്ലി പിടിച്ചത്? അപ്പൊ പിന്നെ തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെയല്ലേ? പിന്നെ എന്തിനാ ഈ ബണി നമ്മളെ തല്ലുന്നത്? മതി കൂട്ടുകാരെ, നിർത്ത്. പറയുന്ന കേക്ക്. നമ്മൾ ഈ തല്ല് കൂടുന്നത് നിർത്തണം. രണ്ടുപേരും ഇപ്പൊ നല്ല ദേഷ്യത്തിലാ. ആ ദേഷ്യം ആറ് തണുത്ത് കഴിയുമ്പോ രണ്ടാളും കൂട്ടുകൂടിക്കോളും. സംശയമുണ്ടോ? ഓ, ടയർ എങ്ങനെയാ പഞ്ചറായത്? ഖന്ന സാറേ, നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്ന് തീരുമാനിച്ചിരിക്കല്ലേ? കഴിഞ്ഞ ദിവസം രാത്രിയാണ് നല്ല മഴ പെയ്തേ. ഇപ്പൊ എന്തുണ്ടായി? ഞാൻ അതിനിപ്പോ എന്താ ചെയ്ത്? നിങ്ങൾ എന്റെ കാറിന്റെ ടയർ പഞ്ചറാക്കിയിരിക്കുകയാണ്. ഞാൻ ദിവസവും പാക്കറ്റ് പാലാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെയാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. അടികൈ. ഓഹോ, ഇനി കുറ്റപ്പെടുത്തുകയല്ല, കേസാണ് കൊടുക്കാൻ പോകുന്നത്. കേസ്. ഇവിടെ വരൂ മിസ് ഗാഡ്കർ. ഈ ചെറിയൊരു കാര്യത്തിന് ഇതുവരെ ആരും കേസ് കൊടുത്ത ചരിത്രമില്ല. ആരും ഒറ്റയ്ക്ക് റേസ് നടത്താറില്ല. യാതൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ ആരും അതിനെ ഫേസ് ചെയ്യാറേയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ അത് ഇവർക്ക് മനസ്സിലാവണ്ടേ? ഇവിടെ വരൂ. അറിവുകളുടെ സുൽത്താൻ, കണ്ടാലൊരു ജെന്റിൽമാൻ. തന്റെ കയ്യിൽ ഒരു സ്ക്രൂ ഉണ്ടെങ്കിൽ ആരുടെ ടയർ വേണമെങ്കിലും പഞ്ചറാക്കാമെന്നാണോ? പക്ഷെ ഞാൻ സ്ക്രൂ കൊണ്ട് ടയറിൽ കുത്തിയിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് കള്ളമാണ്. രാവിലെ മുതൽ ഇദ്ദേഹം എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ രാവിലെ മുതൽ എന്നോട് തല്ലുപിടിക്കുകയാണ്. ഇത് ഞാൻ എന്റെ നമ്പർ പ്ലേറ്റിൽ വെക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഓട്ടോ.
നിങ്ങളെല്ലാവരും ഇവിടെ വരൂ. എന്നിട്ട് എനിക്ക് പറഞ്ഞു തരൂ, ഇവരെല്ലാവരും നല്ല സുഹൃത്തുക്കളാണല്ലോ, പിന്നെന്തിനാണ് തല്ലുകൂടുന്നത്? വാക്കുകൾ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ പൊരുതുന്നത്? ഒരാൾ മറ്റൊരാളോട് കയർക്കുന്നത്? പറയൂ. ഡോക്ടർ ബാലു, ഒരു ചെറിയ കാര്യത്താണ് ഇവർ തമ്മിൽ തല്ലുപിടിച്ചത്. മേഡം ഓഫീസിലെ കാര്യം കൊണ്ട് രാവിലെ മുതലേ സ്ട്രെസ്സിലായിരുന്നു. ആ ദേഷ്യം മുഴുവൻ ഇപ്പൊ ഖന്ന സാറിനോട് തീർത്തു. സാറിന് സാറിന്റെ ബോസിന്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടിയായിരുന്നു, അതാണ് സാർ ഓവർ റിയാക്ട് ചെയ്തത്. അയൽവാസികളായിട്ട് ഇങ്ങനെ തല്ലുകൂടുന്നത് അത്ര നല്ലതല്ല. രണ്ടുപേരും പരസ്പരം നന്നായിട്ട് കെയർ ചെയ്തിരുന്നല്ലേ? എങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തണം, അവർ പരസ്പരം എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്ന്, നല്ലൊരു സൗഹൃദ വലയം പങ്കുവെക്കുന്നുണ്ടെന്ന്. സൗഹൃദം എന്നത് ജീവിതത്തിലെ അമൂല്യമായ ഒന്നാണെന്ന് നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കി കൊടുക്കണം. സംശയമുണ്ടോ? പക്ഷെ നമ്മളത് എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്ക? ആ കൂട്ടുകാരെ, എന്റെ തലയിൽ നല്ലൊരു ഐഡിയ വരുന്നുണ്ട് കേട്ടോ. കൊള്ളാം. നിന്റെ തലയ്ക്കകത്തെ പെട്ടിയിൽ ഐഡിയ എന്ന മീനുകൾ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. വെരി ഗുഡ്. ഇനി അവർ വൈകിട്ട് തിരിച്ചു വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ആരാടാ കല്ല് വലിച്ചെറിഞ്ഞത്? അപ്പൊ നിങ്ങളാണല്ലേ എന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞത്? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കല്ലും മണ്ണും ഒന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെയാണ് വലിച്ചെറിഞ്ഞത്. ഇങ്ങനെയുള്ള തോന്നിവസം ഇവിടെ വേറെ ആരും തന്നെ ചെയ്യില്ല. ഞാൻ മലയാളത്തിലാ പറഞ്ഞത്, ഞാനല്ല ചെയ്തതെന്ന്. അയ്യോ രക്ഷിക്കണേ. അയ്യോ ആരെങ്കിലും നടിച്ചുകൊണ്ടേ. അയ്യോ ഈ അടുത്താണ് നാട്ടിലെ പാടം കൊയ്തത്. അയ്യോ ഞങ്ങളെ എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തത്? അല്ലെങ്കിലേ അപകടത്തില. ഇനി ആ വാ തുറന്ന് കവിതയും കൂടെ ചൊല്ലി ബുദ്ധിമുട്ടിക്കല്ലേ കന്ന സാറ്. ഈ അവസ്ഥ വരാൻ കാരണം നിങ്ങൾ തന്നെയല്ലേ? ഞാൻ TV പ്രോഗ്രാം കണ്ടോണ്ട് പനീർ പക്കോട കഴിക്കുകയായിരുന്നു. നിങ്ങളല്ലേ കല്ലെറിഞ്ഞെന്നെ പുറത്തിറക്കിയത്. ഞാൻ കല്ലെന്ന് പറഞ്ഞില്ല. എന്തൊക്കെ വിവരക്കേട് കന്ന സാറ് നിങ്ങൾ ഈ പറയുന്നത്? അത് ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞതായല്ലേ കുറ്റം. അപ്പൊ എന്റെ വീട്ടിലെ ജനലാരാ പൊളിച്ചത്? അതെനിക്കെങ്ങനെ അറിയാം? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമേ ഇല്ല. വേഗം രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. ഓഹോ, ഇനി ഞാനായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓഹോ, താങ്കൾക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? പൂവാലി പശു കാലി തീറ്റ തിന്നോ? എന്റെ കാല് കളഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയോന്നോ? അടി കൈ. സോ സോറി ഖന്ന സാർ, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. ജയിലിൽ നിന്നും 2 കള്ളന്മാർ ചാടിപ്പോയി. നിങ്ങൾ സോറി പറഞ്ഞപ്പോൾ എന്റെ എല്ലാ ദേഷ്യവും പാറിപ്പോയി. അടി കൈ. ഈ കവിതകൾ കാരണം നിങ്ങൾ ഇങ്ങനെ വൃത്തികെട്ട കവിത ചൊല്ലാറില്ലേ? അത് കേട്ട് സഹിക്കാൻ വയ്യാതെ ആരോ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് പൈസ തന്നിരിക്കുകയാണ്. മുത്തശ്ശിക്ക് ലഡു തിന്നാൻ വായിൽ പല്ലോട്ടും ബാക്കിയില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി മേലാൽ ഞാൻ ഒരു കവിതയും ചൊല്ലില്ല. ഒരിക്കലും ഇല്ല. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ നിങ്ങളെ ഇവിടെ കെട്ടിയിടാൻ പോവുകയാണ്. ഇത് വളരെ തെറ്റാണ്. ഖന്ന സാറിന്റെ കവിതകൾ അത്ര മോശമൊന്നുമല്ല. ആ കാരണം കൊണ്ട് ജീവിതം മുഴുവൻ അദ്ദേഹത്തെ കെട്ടിയിടാനൊന്നും പറ്റില്ല. അതെ, ഇയാൾ ചൊല്ലുന്ന കവിത കേട്ട് കൊള്ളാമെന്നും അടിപൊളിയെന്നൊക്കെ പറയാറില്ലേ? അതുകൊണ്ടാ നിങ്ങളെയും ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. എടോ ഇത് അയൽവാസിയാണ്, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അഭിനന്ദിക്കില്ലേ? അതുകൊണ്ടാണല്ലോ പിടിച്ചുകൊണ്ട് വന്നത്. നോക്കൂ, ചില സമയങ്ങളിൽ കുറച്ച് പൊങ്ങച്ചം പറയുന്നേ ഉള്ളൂ. ഖന്ന സാറ് നല്ലൊരു മനുഷ്യനാണ്. ഇത് പ്രശംസിച്ചതാണോ അതോ കളിയാക്കിയതാണോ? നല്ല മനുഷ്യൻ, അത് തന്നെ ഒരു പ്രശംസയല്ലേ? നിങ്ങൾ അധികം സംസാരിക്കണ്ട. ഞാൻ കവിത ചൊല്ലാം. നിങ്ങൾ മിസ് കാട്കറിനെ വിട്ടേക്ക്, അല്ലെങ്കിൽ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഖന്ന സാർ പ്ലീസ് ശാന്തനാകൂ. ഓഹോ, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അല്ല, നിങ്ങൾ എന്റെ കാര്യത്തിൽ വിഷമിക്കുകയാണോ? താങ്കൾ എനിക്ക് വേണ്ടിയല്ലേ അവരോട് തല്ല് പിടിച്ചത്? കാരണം നിങ്ങൾ വളരെ നല്ല അയൽവാസിയാണ്. അതുകൊണ്ട് ഞാൻ കാരണം നിങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാവരുത്. താങ്കൾ നല്ലൊരു അയൽവാസി മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് വളരെ നന്നായി. ബുദ്ധി ചിലപ്പോഴൊക്കെ വൈകിയായാലും വരാം. എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഞാൻ നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കി തരാം. നിനക്കൊക്കെ മിസ് കാട്കറിനെ ശല്യപ്പെടുത്താൻ എങ്ങനെയാണ് ധൈര്യം വന്നത്? കന്നാ സാറേ അവരെ വിട്ടേക്ക്. ഇത് ഹണിയും ബണിയുമാണ്. ഹണി ബണിയോ?
എനിക്ക് നാട്ടിലോട്ടൊരു കൂട്ടുകാരൻ മൊയ്തു. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മിസ് കാട്കറിനെ എന്തിനു കിഡ്നാപ്പ് ചെയ്തു? അത് നിങ്ങൾ രണ്ടുപേർക്കും മനസ്സിലാക്കി തരാനാണ്. നിങ്ങൾ രണ്ടുപേരും അന്യോന്യം എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്ന്. അതിനാ ഞങ്ങൾ ഈ നാടകം കളിച്ചത്. സംശയമുണ്ടോ? നിങ്ങൾ തമ്മിൽ വഴക്കായി കഴിഞ്ഞപ്പോ അതത്ര നന്നായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. മാഡം, കന്നാ സാറേ, സൗഹൃദം എന്നത് എപ്പോഴും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഡാ, ഇത് എന്റെ ഡയലോഗ് ആയിരുന്നല്ലോ. ഇറ്റ്സ് ഓക്കെ, കാരണം നീ എന്റെ കൂട്ടുകാരനാണ്. എനിക്കെല്ലാം മനസ്സിലായി കുട്ടികളെ. ഐ ആം സോറി ഖന്ന സർ. ഞാൻ രാവിലെ ആവശ്യമില്ലാതെയാണ് വഴക്കുണ്ടാക്കിയത്. എന്നോട് ക്ഷമിക്കൂ, ഞാൻ ആവശ്യമില്ലാതെ ഓവർ റിയാക്ട് ചെയ്തു. സന്തോഷത്തിന്റെ സമയത്തല്ലാതെ ഡാൻസ് കളിക്കില്ല. ഇനി മേലാൽ നമ്മൾ ഇതുപോലെ തല്ലു പിടിക്കില്ല. അടികൈ. ഇതൊരു കൊള്ളാം.